മലപ്പുറം. തൃശൂർ മണലൂരിലെ പുതുതായി കട്ടവിരിച്ച ഹൈസ്കൂൾ ലിങ്ക് റോഡിൽ വെള്ളം കെട്ടിനിന്ന പ്രദേശവാസികൾ ദുരിതത്തിൽ. വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വഴുക്കൽ മൂലം പ്രദേശവാസികളും സ്കൂൾ കുട്ടികളും വാഹനയാത്രക്കാരും തെന്നി വീഴുന്ന അവസ്ഥയിൽ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ തെരുവുനായ ആക്രമണം, 3 പേർക്ക് കടിയേറ്റു. വിദ്യാർത്ഥിയായ നന്ദഗോപാലൻ, നിഷാന്ത്, ജിയ എന്നിവർക്കാണ് കടിയേറ്റത്. മൂവരും മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. തേങ്ങയെടുക്കാൻ തോട്ടിലിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് തൃശൂർ ഇരിങ്ങപ്പുറം സ്വദേശി ബിജു. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ യുവാവിനെ കാണാതായത്. ശനിയാഴ്ച രാവിലെ ചൊല്ലൂർപ്പടി പാലത്തിന് സമീപത്തു നിന്നും മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴ ലൂർദ് മാതാ സ്കൂളിൽ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ആത്മീയ സംഗമം നടന്നു. എടത്വ സെന്റ് ജോർജ് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് പൈക്കത്തുകാരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കിണറിടിഞ്ഞു താണു. പുതിയങ്ങാടിയിലെ തളയാടത്ത് അശോകന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. തകർന്നത് 16 അടി താഴ്ചയുള്ള കിണർ. മലപ്പുറം പൊന്നാനി മത്സ്യബന്ധന തുറമുഖത്തിന്റെ വികസനത്തിനായുള്ള വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25.1 കോടിയുടെ വിവിധ നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുക. തൃശൂർ അതിരപ്പിള്ളി ചായ്പൻകുഴിയിൽ ഭീമൻ പെരുപാമ്പിനെ പിടികൂടി. പാമ്പിനെ കണ്ടെത്തിയത് വീരഞ്ചിറ ചെമ്പൻകുന്ന് പാടശേഖരത്തിൽ നിന്ന് കുറുനരിയെ വിഴുങ്ങിയ നിലയിൽ. പിടികൂടിയത് 12 അടി നീളവും 30 കിലോ തൂക്കവുമുള്ള പെരുമ്പാമ്പിനെ.